അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ചില ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു അബദ്ധമാണ് നാവിനെ നിയന്ത്രിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെക്കാളും വലിയ ഹതഭാഗ്യർ പിന്നെയല്ല. കാരണം നമ്മൾ പട്ടിണി കിടക്കുകയാണ്, ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട്, വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മളെ പ്രതീക്ഷ എന്താ? നോമ്പുകാരനാണ് എന്നുള്ളതാണ്. നോമ്പ് എവിടെയോ പോയിട്ടുണ്ടാവും, എപ്പോഴോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്താ കാരണം? നാവിനെ പിടിച്ചെടുത്ത് കിട്ടിയില്ല, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞൊരു കാര്യമാണത്. നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, നീ നോമ്പ് നോൽക്കുമ്പോൾ നിൻ്റെ കണ്ണിന് നോമ്പുണ്ട്, നിൻ്റെ നാവിന് നോമ്പുണ്ട്, നിൻ്റെ കാതിന് നോമ്പുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. എന്താ പറഞ്ഞതിനർത്ഥം? അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് കാണുന്നൊരവസ്ഥ ഉണ്ടാവരുത്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു അരുതേ എന്ന് പറഞ്ഞ വാക്കുകളും പ്രയോഗങ്ങളും നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരരുത്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്കൊരാവശ്യമില്ല എന്നാണ്. അയ്യദഅ തുആമഹു വ ശറാബഹു, ഒരു മനുഷ്യൻ അവൻ്റെ പാനീയം അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണം ഇത് ഒഴിവാക്കണമെന്ന് അള്ളാഹ്ക്കൊരാവശ്യമില്ല. അപ്പോൾ ഒരാൾ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ മല്ലം യദ ഖൗല സൂരി വൽ അമല ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആരാണോ മോശമായ അരുതാത്ത വാക്കുകൾ ഒഴിവാക്കുന്നത്, കള്ളത്തരങ്ങൾ, വേണ്ടാത്തരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നില്ല, അതുപോലെ തന്നെ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ അരുതേ എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ അത് ഒഴിവാക്കുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് വെറും പട്ടിണിയാണ്. റുബ്ബ മിൻ സ്വാഇമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എത്ര നോമ്പുകാരുണ്ട്, അവൻ്റെ നോമ്പിൽ നിന്ന് അവന് ബാക്കിയാവുന്ന ഇല്ലൽ ജൂ, വിശപ്പല്ലാതെ മറ്റൊന്നും ബാക്കിയാക്കാത്ത നോമ്പുകാരുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നോമ്പുകാരനാകണോ നമ്മൾ? ഇല്ല, ആയിക്കൂടാ. തീരുമാനിക്കണം നമ്മൾ, ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു നോമ്പുകാരനാവില്ല. എൻ്റെ നാവിൽ നിന്ന് അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് വരില്ല, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഞാൻ കാണുന്നില്ല, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഞാൻ കേൾക്കണില്ല. എനിക്ക് എൻ്റെ നോമ്പ് ഒരു വല്ലാത്ത പ്രതിഫലം നൽകുന്ന, പടച്ചറബിനെ കണ്ടുമുട്ടുമ്പോൾ ആശ്വാസം തരുന്ന ഒരു വലിയ അമലായി മാറണം. ഈ ഒരു ചിന്ത നോമ്പ് നോൽക്കുന്നത് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊന്ന് എത്ര ദേഷ്യം പിടിച്ചാലും നമ്മൾ ആദ്യമേ ഓർക്കണം, എവിടെ പോവുകയാണെങ്കിലും, എവിടെ എത്തുകയാണെങ്കിലും, ആരോട് സംസാരിക്കുകയാണെങ്കിലും ദേഷ്യം വിളിക്കുന്ന സന്ദർഭം വന്നോ, ഇന്നി സ്വഇം, അതായിക്കാം നമ്മളെ വർത്തമാനം. നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആ മനോഹരമായ വർത്തമാനം, ഇന്നി സ്വഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. എത്ര ദേഷ്യം പിടിക്കേണ്ട അവസ്ഥ വന്നാലും നമുക്കിങ്ങനെ നമ്മുടെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ, ആ സിറ്റുവേഷനിൽ പിടിച്ചു വെക്കണം. എന്നിട്ട് പറയണം, ഇന്നി സ്വഇം, ഞാൻ നോമ്പുകാരനാണ്. അവിടുന്ന് പോകണം. ഇതൊരു വല്ലാത്ത ഒരു പരിചയമായി ഈ വാക്കിനെ മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചിന്തക്ക്, വികാരങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാനിടാൻ നമുക്ക് കഴിയണം. അങ്ങനത്തെ നോമ്പുകാരനായി നമ്മൾ മാറിയാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ. ഭക്ഷണപാനീയങ്ങൾ തീർച്ചയായും നമ്മുടെ നോമ്പ് മുറിച്ച് കളയുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ലൈംഗികതയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഭാര്യമാരായിരുന്നാലും ശരി, ചില ആളുകൾ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരായാലും എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്വാദികരമായ ക്ലിപ്പുകൾ, ഓഡിയോസുകൾ കേൾക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ലൈംഗികതയുടെ ഉത്തേജനപരമായി അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ലൈംഗിക സ്രവങ്ങൾ പുറത്തു വരികയാണെങ്കിൽ, ലൈംഗികാവയവത്തിലൂടെ പുറത്തു വരികയാണെങ്കിൽ നോമ്പ് മുറി. എന്നാൽ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നസ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ലൈംഗികോത്തേജനത്തിൻ്റെ ഫലമല്ലാതെ വരുന്ന മദീനെ പോലുള്ള സ്രവങ്ങൾ, ഇത് നോമ്പ് മുറിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന ഒന്നാണ് നമ്മുടെ ഇഞ്ചക്ഷൻ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിന് ധാരാളം രക്തം പോവുക എന്നുള്ളത്, ഇതൊക്കെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല, ധാരാളമായി രക്തം പോകുന്നെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യമാണ്. ഇഞ്ചക്ഷൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ഇൻസുലിൻ കുത്തിവെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടത് കാണാൻ കഴിയും. കാരണം അതുകൊണ്ട്
ഒരു മനുഷ്യൻ്റെ വിശപ്പോ ദാഹമോ അടക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ അത് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് റമദാൻ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഇൻസുലിൻ വെച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പ് അത്തരക്കാരായ ആളുകൾക്ക് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് നോമ്പിൻ്റെ പകലിൻ്റെ സമയത്ത് അത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്, ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. നോമ്പിൻ്റെ പകലിൻ്റെ സമയത്ത് ഒരു രൂപത്തിലുള്ളതും ചെയ്യാതിരിക്കുക. അനിവാര്യമാണെങ്കിൽ ചെയ്താൽ അതുമാത്രമാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകുന്നൊരു സാഹചര്യമാണ്, അതല്ലാതെ മുന്നോട്ട് പോകില്ല, അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാം എന്നൊരു തലം പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും എൻ്റെ നോമ്പ് ഞാൻ ബാത്തിലാക്കി കളയില്ല എന്ന തീരുമാനം ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.